ഹേ ഹലോ. ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പം ഈ ഒരു ഓണത്തിന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കണ്ടു നോക്കിയാലോ. ഇതെല്ലാം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ പൊതി പൊട്ടിക്കാം. അപ്പം ഇതൊരു കുഞ്ഞു മാലയാണ് കേട്ടോ. കുഞ്ഞു മാലയല്ല, ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ലെങ്ത് ഉള്ളൊരു മാലയായിരുന്നേ. പക്ഷേ എനിക്ക് സംഭവം കൈ കിട്ടിയപ്പോൾ ഞാൻ ഫോട്ടോയിൽ കണ്ട അത്ര ഒരു ലെങ്ത് ഇല്ല കേട്ടോ. ഇത്രയും ഒരു ലെങ്ത് ഇതിന് വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇതുപോലെ രണ്ട് കുഞ്ഞു കമ്മലും കൂടി ഉണ്ട്. ആ ജിമിക്ക് വെറും ഫേക്ക് ആണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിലേക്കില്ല. ഫുൾ ജിമിക്ക് ഇല്ല അത്. ഈ ഒരു ഡ്രസ്സിന് പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ലായിരുന്നു കേട്ടോ. പക്ഷേ അതിനകത്ത് ആ മെറൂൺ സ്റ്റോൺ കാരണമുണ്ട് ഈ ഒരു ഡ്രസ്സിന് നന്നായി സ്യൂട്ട് ആവുന്നുണ്ടല്ലേ. അപ്പം നെക്സ്റ്റ് പാക്കറ്റിലും ഒരു മാലയാണ്. നല്ല പ്രതീക്ഷയോടെ വാങ്ങിയതായിരുന്നു. പക്ഷേ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ എല്ലാം പോയി. എനിക്കിങ്ങനെ 2 പീസായി പൊട്ടിയാണ് കേട്ടോ മാല കയ്യിൽ കിട്ടിയത്. ഞാൻ ഈ ഒരു 2 മാലയും കൂടെ പെയർ ചെയ്യാലോ എന്ന് കരുതി മേടിച്ചതായിരുന്നു. ഇത് ചോക്കറായിട്ടും മറ്റേത് ലെങ്ത് ഉള്ള മാലയായിട്ടും ഇടാലോ എന്നൊക്കെ കരുതി ഞാൻ വാങ്ങി വന്നായിരുന്നേ. മെയിനായിട്ട് ഞാനതൊരു പരിപാടിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇനി അധികം സമയമില്ല, അതുകൊണ്ട് തന്നെ മാറ്റി വേറെ മേടിക്കാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് റിട്ടേൺ ആക്കിയേ വഴിയുള്ളൂ. ഇതുപോലൊരു കമ്മലും കൂടെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. ആ മാലയും ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഇൻ കേസ് നിങ്ങൾക്ക് നല്ലത് കിട്ടിയാൽ. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഞാൻ പൊട്ടിച്ചേർന്നിട്ട് അടുത്തത്. പക്ഷേ അതിൻ്റെ പാക്കിംഗ് കണ്ടതേ ഞാൻ ഹാപ്പി ആയി. അൺപാക്ക് ചെയ്ത് വന്നപ്പം ഞാനിപ്പോൾ വാങ്ങിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാണ്ട് വന്നതുകൊണ്ട് ആദ്യം തന്നെ ഒരെണ്ണം കയ്യിൽ നിന്ന് വീണ് പൊട്ടി. വലിയൊരു കട്ടി വരാത്തതുകൊണ്ട് കുപ്പികളാണെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു കേട്ടോ. 2 തന്നെ വേണമെങ്കിലും ഭാഗ്യത്തിന് ഒരെണ്ണം മാത്രമേ പറ്റുള്ളൂ. അതും ആ ഇടയ്ക്ക് വരുന്ന ഡിസൈനിലാണ് കേട്ടോ പൊട്ടിയത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മോഡലായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഓൺലൈനിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ബാംഗിൾസ് എടുക്കുന്നത്. സൈസിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ കളർ എനിക്ക് ചേരുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ്. ഒന്നേ പറയാനുള്ളൂ, സംഭവം വേർത്താണ്. അപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ട് ഉടനെ കാണാവേ.